بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الحمد لله ഇഹ്യാഉ ഉലൂമുദ്ദീൻ അതിന്റെ ഒന്ന് രണ്ട് ബാബുകൾ 100-ലധികം 100-ഓ 150-ഓ എങ്ങാനും ഭാഗങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ തഹ്ദീബുൽ ഖൽബുമായി ബന്ധപ്പെട്ട 20 ക്ലാസ്സുകളാണ് ഇപ്പൊ കഴിഞ്ഞത്. അതിൽ 21 കഴിഞ്ഞു, 22ാമത്തതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചയാണ് നടക്കാറുള്ളത്. സൂമിലാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ സ്ക്രീനിൽ കിതാബ് നൽകുന്നു. ബയാനു ത്വരീഖ് ഫീ റിയാദത്തി സുബിയാൻ ഫീ അവ്വലി നഷ്ഇഹിം വവജ്ഹു തഅദീബിഹിം വതഹ്സീനി അഖ്ലാഖിഹിം. കുട്ടികളെ എങ്ങനെയാണ് നാം ട്രെയിൻ ചെയ്യേണ്ടത്, അവരുടെ ആദ്യ കാലയളവിൽ തന്നെ എങ്ങനെ അവരെ പരിശീലിപ്പിക്കണം, അതുപോലെ അവരെ എങ്ങനെയാണ് അദബുള്ളവരാക്കേണ്ടത്, സ്വഭാവം നന്നാക്കേണ്ടത്, സ്വഭാവ രൂപീകരണം നടത്തേണ്ടത് എങ്ങനെ. പൊതുവെ അഡൽറ്റായ മുതിർന്നവരായ ആൾക്കാരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ചർച്ചകളിൽ ഇതുവരെ വന്നത്. വളരെ ഗംഭീരമായ, ഗഹനമായ, വളരെ ആസ്വാദ്യകരമായ, ഫലപ്രദമായ ചർച്ചകളായിരുന്നു നടന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ അങ്ങോട്ട് അതിന്റെ ബാക്കിയാണ്. കുട്ടികളിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ഇനി നമ്മൾ പറയുന്നത്. കേവലം അന്ന ത്വരീഖ ഫീ റിയാദത്തി സുബിയാനി മിൻ അഹമ്മിൽ ഉമൂരി വ ഔഖദിഹ. കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നത്, പരിശീലിപ്പിക്കുന്നതിലുള്ള മാർഗം, അതിനുള്ള റൂട്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വസ്വബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി. കുട്ടികൾ എന്നത് രക്ഷിതാക്കളുടെ അടുക്കൽ ഒരു അമാനത്താണ്, ഒരു വിശ്വസ്തതയാണ്. കുട്ടികൾ എന്നത് നമ്മുടെ മിൽക്കല്ല, നമുക്ക് ഉടമസ്ഥാവകാശമുള്ള സംഗതിയല്ല. അതേസമയത്ത് നമ്മുടെ ഇടയിൽ ഒരു സൂക്ഷിപ്പ് ഏൽപ്പിക്കപ്പെട്ടതാണ്. വിശ്വസ്തതയുടെ പേരിൽ നാം കൈകാര്യം ചെയ്യേണ്ടതാണ് മക്കൾ എന്നത്. ഖൽബുഹു ത്വാഹിറു. കുട്ടികളുടെ ആ ശുദ്ധമായ ഹൃദയം, ജൗഹറത്തുൻ നഫീസത്തുൻ, അത് വളരെ അമൂല്യമായ ഒരു നിധിയാണ്, അമൂല്യമായ ഒരു മുത്താണത്. സാദിജത്തുൻ, അത് വളരെ നിഷ്കളങ്കമാണ്, കളങ്കരഹിതമാണ്. ഖാലിയത്തുൻ അൻ കുല്ലി നഖ്സിൻ വ സൂറത്തിൻ, അത് വളരെ പ്യൂറാണ്. ഒന്നും നേരത്തെ അതിൽ രചിച്ചിട്ടില്ല, കൊത്തിവെച്ചിട്ടില്ല, ഒരു പ്രിന്റും നേരത്തെ ഇല്ല, ഫ്രീ പ്രിന്റഡ് ആണ്. വഹുവ ഖാബിലുൻ ലികുല്ലി മാ നുഖിശ. അതിൽ എഴുതിയാൽ എന്തെഴുതിയാലും അതതിൽ സ്വീകരിക്കപ്പെടും. വമാഇലുൻ ഇലാ കുല്ലി മാ യുമാലു ബിഹി ഇലൈഹി. എന്തിലേക്ക് കൊണ്ടുപോയാലും അതിലേക്കൊക്കെ അത് ആകർഷിക്കും. ഫൈൻ ഉവ്വിദൽ ഖൈറ, ആ കുട്ടിക്ക് നന്മ പരിശീലിപ്പിക്കപ്പെട്ടാൽ, ഇൽമഹു, അതിന്റെ ഇൽമ് പരിശീലിക്കപ്പെട്ടാൽ, നശഅ അലൈഹി, അതിൽ വളരും. വസഇദ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കും. വശാറകഹു ഫീ സവാബിഹി അബവാഹു, അങ്ങനെ മാതാപിതാക്കൾ പരിശീലിപ്പിച്ചാൽ അവർക്കതിൽ പ്രതിഫലം ഉണ്ടാകും. വകുല്ലുൻ മുഅല്ലിമുൻ ലഹു വ മുഅദ്ദിബുൻ, എല്ലാവരും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ പഠിപ്പിക്കുന്നവരാണ്. കാരണം എല്ലാവരിൽ നിന്നും കുട്ടി പഠിക്കും, അവരുടെ ചുറ്റിലുള്ള മുതിർന്നവർ. ഫൈൻ ഉവിദ ശർറ, അവർക്ക് മോശമായത് പരിശീലിപ്പിക്കപ്പെട്ടാൽ, വഉഹ്മില ഇഹ്മാലൽ ബഹാഇദി, അവരെ ശുദ്ധീകരിക്കാതെ ഇങ്ങനെ വിട്ടയച്ചാൽ, നാൽക്കാലികളെയൊക്കെ വിട്ടയക്കുന്നത് പോലെ വിട്ടയച്ചാൽ, ശക്തിയ വഹലക, അവർ നശിച്ചു പോകും, പരാജിതരായി പോകും. വകാനൽ വിസ്റു ഫീ റഖബത്തിൽ ഖയ്യിം അലൈഹി, അവരെ നോക്കാൻ ചുമതലയുള്ളവർക്കാണ് അതിന്റെ കുറ്റം. വൽവാലി ലഹു, അവർക്ക് ഉത്തരവാദിത്വമുള്ളവരെ രക്ഷിതാക്കൾക്കാണ് അതിന്റെ കുറ്റം. വഖദ് ഖാല അല്ലാഹു അസ്സ വജല്ല യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെയും നിങ്ങളെ അഹ്ലിനെയും നിങ്ങളെ ആശ്രിതരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. സൂറത്തു തഹ്രീം. സ്വന്തത്തെ സംരക്ഷിച്ചാ പോരാ. വമഹ്മാകാനൽ അബു യസൂനുഹു അന്നാരി ദുനിയ, ഏതൊരു പിതാവും ദുനിയാവിന്റെ തീയിൽ നിന്ന് കുട്ടിയെ സംരക്ഷിക്കും.
എന്നാൽ ഫബിഅൻ യസൂനഹു അന്നാരിൽ ആഖിറത്തി ഔലാ, അവനെ കൂടുതൽ സംരക്ഷിക്കേണ്ടത് ആഖിറത്തിലെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടത് അവിടെയാണ്. അതായത് ദുനിയാവിൽ ഒരു അപകടം പറ്റുന്നതിനെ കുറിച്ച് വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ ആഖിറത്തിൽ അപകടം പറ്റുന്നതിനേക്കാൾ അതിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ നിസ്കാരം ഇല്ലാത്തവരാകുക, നിസ്കരിക്കുന്നവരാകാൻ ശ്രദ്ധിക്കണം. കുട്ടികൾ സൽസ്വഭാവികളാകാൻ ശ്രദ്ധിക്കണം. ഇതിന് വേണ്ടത് നമ്മൾ ചെയ്യണം. വസുയാനതുഹു, അവരെ സംരക്ഷിക്കേണ്ടത് അവരെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം. വയുഹദ്ദിബഹു, അവരെ സ്ഫുടം ചെയ്യണം, അവരെ പ്യൂരിഫൈ ചെയ്യണം, ശുദ്ധീകരിക്കണം. വയുഅല്ലിമുഹു മഹാസിനൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. വയഹ്ഫളുഹു മിനൽ ഖുറനാഇ അസ്സൂഅ, അവരുടെ ചങ്ങാതിമാരിലെ മോശങ്ങൾ സംരക്ഷിക്കണം. ചങ്ങാതിമാരിൽ നിന്ന് മോശങ്ങൾ പകർന്നു വരുന്നു എന്ന് കാണുമ്പോൾ അത് മോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. വലാ യുഅവ്വിദുഹു അത്തനഉമ, അത് ഒരു സുഖമായി മാറ്റരുത്. തെറ്റായ കാര്യങ്ങൾ അവർക്കൊരു ആസ്വാദ്യകരമാക്കി മാറ്റരുത്. വലാ യുജീബു ഇലൈഹി അസ്സീനത വറഫാഹിയത ഫയുളീഉ ഉംറഹു ഫീ ത്വലബിഹാ ഇദാ കബുറ ഫയഹ്ലികു ഹലാക്കൽ അബദി. നമ്മളെ കുട്ടികളെ വലാ യുഹബ്ബിബു ഇലൈഹി സീനത, എപ്പോഴും ഈ സൗന്ദര്യബോധത്തെ ഭയങ്കര കാര്യമായി പ്രിയപ്പെട്ടതാക്കി മാറ്റരുത്. വറഫാഹിയത്ത, അതുപോലെ ഈ ആസ്വാദനങ്ങളെ വല്ലാതെ എന്ത് ചെയ്യരുത്, ഈ ആസ്വാദനങ്ങളും ആർഭാടത്വവും അത് വല്ലാതെ അവർക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റരുത്. അങ്ങനെ ആയാൽ അതവരുടെ ആയുസ് നഷ്ടപ്പെടുത്തും. ഫീ ത്വലബിഹ ഇദാ കബുറ, അവർ വലുതായാൽ അവർ ഏറ്റവും കൂടുതൽ മെനക്കെടുക അതിനാണ്. അപ്പൊ അലങ്കാരങ്ങളുടെ പിന്നാലെ പോയിട്ട് മനസ്സ് ശുദ്ധിയാക്കാതെ, ജീവിതം ശുദ്ധിയാക്കാതെ, സ്വഭാവം നന്നാക്കാതെ കഴിഞ്ഞു പോകും. അങ്ങനെയാവുമ്പോ ഫയഹ്ലിക്കു ഹലാക്കൽ അബദി, അവന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകും. ബൽ യംബഗി അൻ യുറാഖിബഹു മിൻ അവ്വലി അംദിഹി, തുടക്കത്തിലെ കുട്ടികളെ നിരീക്ഷിക്കണം, കുഞ്ഞുനാളിലെ കുട്ടികളെ നിരീക്ഷിക്കണം. ഫലാ യസ്തഅമിലു ഫീ ഹളാനതിഹി, നിരീക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്ന മനോഭാവത്തോടെയുള്ള നിരീക്ഷണമല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധ വേണം, അറ്റൻഷൻ വേണം. ഫലാ യസ്തഅമിലു ഫീ ഹളാനതിഹി വ ഇർളാഇഹി ഇല്ല ഇംറഅതൻ മുതദയ്യിനതൻ തഅകുലുൽ ഹലാല. അങ്ങനെയാവുമ്പോ ഫലാ യസ്തഅമിലു, യൂട്ടിലൈസ് ചെയ്യരുത്, ഉപയോഗപ്പെടുത്തരുത്. ഫീ ഹളാനതിഹി, അവരെ വളർത്തുന്ന സമയത്ത്. വൈറുള്ളാഹി, അവരെ മുല കൊടുക്കാൻ വേണ്ടി ഒരു ജോലിക്ക് ഒരു സ്ത്രീയൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്തരുത് ഇല്ലംറഅതൻ മുതദയ്യിനതൻ, മതബോധമുള്ള ധാർമ്മിക ബോധമുള്ള സ്ത്രീയെ അല്ലാതെ. തഅകുലുൽ ഹലാല, ഹലാല് ഭക്ഷിക്കുന്നവരെ മാത്രമേ ഉപയോഗപ്പെടുത്താവൂ. ഹലാല് ഭക്ഷിക്കുന്ന ആൾക്കാരാകുമ്പോ ഹലാല് ഭക്ഷിക്കണം. എനിക്ക് ഹലാല് എന്ന് പറഞ്ഞാൽ ശരിയായത്. ഹലാല് എന്നത് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദം കൂടിയാണ്. ഹലാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുവദനീയമായത്, മറ്റുള്ളവരുടേത് എടുക്കരുത്. അതുപോലെ നമുക്ക് നമ്മുടെ സുരക്ഷിതത്വത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ നന്മക്ക് വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്ന, മതം നിർദ്ദേശിക്കുന്ന മൂല്യങ്ങളെ കളയുന്നത് ഹറാമാണ്. മൂല്യങ്ങളെ നശിപ്പിക്കുന്നത്, നിർദ്ദേശങ്ങൾ തെറ്റിക്കുന്നത്, വിരോധിച്ചത് എടുക്കുന്നത്, ഇതൊക്കെ നിഷിദ്ധമാണ്. അപ്പോ ശരികൾ ചെയ്യുക, ന്യായങ്ങൾ ചെയ്യുക, നീതി സ്വീകരിക്കുക, ആരോഗ്യത്തെ സ്വീകരിക്കുക, ആരോഗ്യത്തെ ക്ഷതപ്പെടുത്താതിരിക്കുക, ഇത്തരം സംഗതികളാണ് ഹലാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹലാലായ ഭക്ഷണമാകണമെന്ന് ചിന്തിക്കുന്ന അത്തരം സ്ത്രീകളെ മാത്രമേ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാവൂ. ഫൈനൽ ലബനൽ ഹാസുല മിനൽ ഹറാമി, ഒരു നിഷിദ്ധമായതിൽ നിന്ന് വരുന്ന ഒരു പാൽ ലാ ബറക്കത്ത ഫീഹി, അതിൽ നന്മയുണ്ടാകൂല. അപ്പോ മറ്റുള്ളവരെ ചതിച്ചിട്ട് സമ്പത്ത് നേടിയ പ്രശ്നമല്ല, ജോലി മര്യാദയ്ക്ക് ചെയ്യാതെ ശമ്പളം വാങ്ങിയ പ്രശ്നമല്ല എന്നൊക്കെ ചിന്തിച്ചാൽ അവർക്ക് ജീവിതത്തിൽ അവർ ഒരുപാട് മനുഷ്യന്മാരുടെ ന്യായങ്ങൾ ലംഘിച്ചവരാണ്, നീതികൾ ലംഘിച്ചവരാണ്. അങ്ങനെ നീതിയും ന്യായവും ഇല്ലാതെ വരുന്നവർ, അങ്ങനെ വരുന്നവർക്ക് ഒരിക്കലും അവരെ വിശ്വസിക്കാൻ കൊള്ളൂല. അവർക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല, നന്മയുണ്ടാകൂല. അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മൾ കുഞ്ഞുനാളിലെ മക്കളെ അടുപ്പിക്കരുത്. ഫൈദാ വഖഅ അലൈഹി നശൂ സ്വബി,
അങ്ങനെ ഉള്ള മോശമായതിൽ പെട്ടുപോയാൽ, നമ്മുടെ മക്കളുടെ വളർച്ച അതിൽ പെട്ടുപോയാൽ, ഇൻ അജനതു തീനതുഹു മിനൽ ഖബതി, അവർ കുഞ്ഞുനാളിലെ അവരുടെ വളർച്ച അത് അഴുക്കിലായി പോയി. ഫയമീലു തബഉഹു ഇലാ മാ യുനാസിബുൽ ഖബായിസ, അങ്ങനെ ആവുമ്പോൾ മോശങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുട്ടി അടുക്കും. തെറ്റുകൾ പ്രശ്നമല്ല, സത്യസന്ധത ഒരു വിഷയമല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുമായി കുഞ്ഞുനാളിൽ കുട്ടികൾ അടുത്താൽ അതൊരു പ്രശ്നമാണ്. ഒരു തമീസാകുന്ന സമയമായി കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് കൂടുതൽ നല്ലത് പറഞ്ഞു കൊടുക്കണം. അവരെ നന്നായി നിരീക്ഷിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കണം. വാക്കില്, പ്രവൃത്തിയില്, സമീപനത്തില്, ചിട്ടകളിലെല്ലാം നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ലത് കാണിച്ചു കൊടുക്കണം. അവിടെ ഇങ്ങനെ പിന്നെ പട്ടാള ചിട്ടയുടെ പേരിൽ മക്കളെ പ്രയാസപ്പെടുത്തരുത്, അവർക്ക് നന്മകൾ കാണിച്ചു കൊടുക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലജ്ജയുണ്ടാവുക. പാടില്ലാത്തത് പറയരുത്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത്, ലജ്ജയുണ്ടാകണം. فإنه إذا كان يحتشم ويستحي ويترك بعض الأفعال فليس ذلك إلا لإسراق نور العقل عليه. കുട്ടികൾ ലജ്ജ കാണിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ മോശമായ ചില കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ഫലൈസ ദാലിക ഇല്ലാ ലിഇസ്റാഖിൽ നൂരി ഇസ്റാഖി നൂരിൽ അഖ്ലി അലൈഹി, അവിടെ ബുദ്ധിയുടെ ആ വെളിച്ചം, നൂർ, ബ്രൈറ്റ്നസ്, അത് കുട്ടികളിലേക്ക് വരുന്നതാണത്. ഹത്താ യറ ബഅദൽ അശ്യാഇ ഖബീഹൻ വമുഖാലിഫൻ ലിൽ ബഅദി ഫസാറ യസ്തഹി മിൻ ഷൈഇൻ ദൂന ഷൈഇൻ. ഹത്താ യറ ബഅദൽ അശ്യാഇ, ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ മനസ്സിലാക്കുന്നു, ഖബീഹൻ, അത് മോശമാണ്, അതായത് ഔറത്ത് നഗ്നത വെളിവാക്കരുത്, അസഭ്യം പറയരുത് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത്. മുഖാലിഫൻ ലിൽ ബഅദി, ചിലതൊക്കെ അതിനെ ഓപ്പോസിറ്റ് ചെയ്യുക. മറ്റൊരാള് തിന്മ ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാൻ അതിനില്ല, ഒരു വേണ്ടാത്തരം ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാൻ ഇതിനില്ല എന്ന് പറയുന്നത് ഫസ്വാറ യസ്തഹയി മിൻ ഷൈഇൻ ദൂന ഷൈഇൻ, ചിലതൊക്കെ ചെയ്യുന്നു, ചിലതൊക്കെ മാറ്റിവെക്കുന്നു. ആ രീതിയിൽ നല്ലത് സ്വീകരിക്കുന്നു, മോശം മാറ്റിവെക്കുന്നു എന്നത് അതൊരു ലക്ഷണമാണ്. വഹാദിഹി ഹദിയ്യത്തും മിനല്ലാഹി തആല ഇലൈഹി, അള്ളാഹു മനുഷ്യന് നൽകുന്ന, മനുഷ്യക്കുഞ്ഞിന് നൽകുന്ന ആ നൂറുൽ അഖൽ, ബുദ്ധിയുടെ വെളിച്ചം, അത് വരുന്ന സമയത്തുള്ള അള്ളാഹുവിന്റെ ഒരു ഗിഫ്റ്റ് ആണത്, ഒരു നേർമാർഗമാണത്. ബിശാറത്തുൻ തദുല്ലു അലാ ഇഅ്തിദാൽ അഖ്ലാഖി വസഫാഇൽ ഖൽബി, അത് അവരുടെ സ്വഭാവം സ്ട്രൈറ്റ് ആകുന്നതിന്റെ, നേരെയാകുന്നതിന്റെ ഒരു സൂചനയാണ്, സന്തോഷ സൂചനയാണ്. വസഫാഇൽ ഖൽബി, അവരുടെ ഹൃദയം തെളിഞ്ഞു വരുന്നതിന്റെ ഒരു സൂചനയാണ്. വഹുവ മുബശ്ശിറുൻ ബികമാലിൽ അഖ്ലി ഇൻദൽ ബുലൂഗി, അവര് പ്രായമാകുന്ന സമയത്ത് അവരുടെ അഖൽ, ബുദ്ധി, അത് സ്ട്രൈറ്റ് ആകുന്നതിന്റെ ഒരു സൂചനയാണത്. അപ്പോ അതിൽ സന്തോഷിക്കുക, അതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുക. ഫസ്സബിയുൽ മുസ്തഹി, ഒരു ഹയാ ഉള്ളൊരു കുട്ടി, ലായംബഗി അൻ യുഹ്മല, അവരങ്ങനെ ഒഴിവാക്കരുത്, ശ്രദ്ധിക്കാതിരിക്കരുത്. ബൽ യുസ്തആനു അലാ തഅദീബിഹി, അവർക്ക് നല്ല അദബുകൾ എപ്പോഴും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, അദബുകൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ബിഹയാഇഹി ഔ തമീസിഹി, അവന്റെ ഹയാ, അതുപോലെ തമീസ്, നന്മ തിന്മയൊക്കെ തിരിച്ചു മനസ്സിലാക്കുക, വേർതിരിച്ചു മനസ്സിലാക്കുക, അതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അവരുടെ ആദ്യം ഒരു കുട്ടിക്ക് പ്രത്യക്ഷപ്പെടുന്നത് അവരുടെ വിശേഷണങ്ങളിൽ ശറഹുത്ത് ആം, ഭക്ഷണത്തോടുള്ള ആർത്തിയാണ്. അപ്പൊ ഫയംബഗി അൻ യുഅദ്ദിബ ഫീഹി, അവിടെ തന്നെ അദബ് തുടങ്ങണം. ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവുക, അത് ആർത്തിയായി മാറുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ഭക്ഷണം എങ്ങനെ കഴിക്കണം, കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് മര്യാദകൾ പാലിക്കേണ്ടത്, മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് എടുക്കരുത്, അതേസമയത്ത് സ്വന്തം ഭാഗത്ത് നിന്ന് എടുക്കണം. ഭക്ഷണം ബിസ്മി ചൊല്ലി കഴിക്കണം, അച്ചടക്കത്തോടെ കഴിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കരുത്, തുടങ്ങിയിട്ടുള്ള നല്ല രീതികൾ, മറ്റുള്ളവരെയും കൂടെ പരിഗണിച്ച് കഴിക്കുന്ന രീതി, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി, ഇത്തരം സംഗതികൾ, അദബുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മിസ്ല അല്ലാ യഖുദ ത്വആമ ഇല്ലാ ബിയമീനിഹി, വലത് കൈ കൊണ്ടാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. വഅൻ യഖൂല അലൈഹി ബിസ്മില്ലാഹി ഇൻദ അഖ്ദിഹി,
എടുക്കുമ്പോ ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞു കൊടുക്കുക. വായക്കുല മിമ്മ എലീഹി, സ്വന്തം ഭാഗത്ത് നിന്ന്, സ്വന്തം നമ്മളോട് ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്നാണ് എടുക്കേണ്ടത്, മറ്റൊരാളിൽ നിന്ന് എടുക്കരുത്. വല്ല യുബാദിറ ഇല ത്വാമി ഖബല വൈരിഹി, മറ്റൊരാൾ എടുക്കുന്നതിന്റെ മുമ്പ് ധൃതി കാണിക്കരുത്. വല്ല യുഹദ്ദിഖൻ നദറ ഇലൈഹി, ആർത്തിയോടെയുള്ള നോട്ടം നോക്കരുത്. വല ഇലാമൻ യഅ്കുലു, ഭക്ഷിക്കുന്നവരെങ്ങനെ ആർത്തിയോടെ നോക്കരുത്. വല്ല യുസ്രിഅ ഫിൽ അഖ്ലി, ഭയങ്കര ആർത്തിയോടെ ധൃതിയിൽ തിന്നരുത്. വഅൻ യുജീദൽ മദ്ഗ, നന്നായി ചവച്ചരച്ച് കഴിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുക. വല്ല യുവാലിയ ബൈനൽ ലുഖമി, ഒരു പിടിയെടുത്താൽ അടുത്ത പിടി ധൃതിയിലെടുക്കുക, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. സാവകാശം കഴിക്കാൻ പറയും. വല യുലത്തു യദഹു വല സൗബഹു, കൈയും വസ്ത്രവും ഒക്കെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്ക് ആകെ വൃത്തികേടാകരുത്, വളരെ വൃത്തികേടാക്കാതെ കഴിക്കണം, വസ്ത്രത്തിലാക്കാതെ കഴിക്കണം. ചില സമയത്തൊക്കെ ഉണങ്ങിയ റൊട്ടി കഴിക്കണം. അതായത് എല്ലാം സുഭിക്ഷമായത് മാത്രമേ കഴിക്കൂ എന്ന് വരരുത്. എപ്പോഴും കറി നിർബന്ധമാണ്, അങ്ങനെ ഉണ്ടാകരുത്. അതായത് എല്ലാ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ മനസ്സ് വേണം. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് മോശമാണ് എന്നവർ മനസ്സിലാക്കണം. ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അത് മൃഗങ്ങളെ പോലെയാണ്, ഓവറായിട്ട് കഴിക്കരുത്. അമിതമായി കഴിക്കുന്നതിനെ കുറിച്ച് മോശമായി അവതരിപ്പിക്കണം. കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ ഗുണം പറഞ്ഞു കൊടുക്കണം, അവരുടെ മദ്ഹ് പറഞ്ഞു കൊടുക്കണം. അവിടെ പിന്നെ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുക, അതിന് മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണെന്ന് അവതരിപ്പിക്കണം. ഖില്ലത്തുൽ മുബാലാത്ത് ബിഹി, അതൊരു പിന്നെ വലിയ വിഷയമല്ല. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് കിട്ടിയിട്ടില്ലേ ഭയങ്കര വിഷമാകുക, അങ്ങനെ ആകരുത്. ഖനാഅത്തു ബിത്ത്വാമി, ഉള്ള ഭക്ഷണം കഴിക്കാൻ അതൊരു മര്യാദയാണെന്ന് പഠിപ്പിക്കണം. ബിത്ത്വാമിൽ ഖസ്നി, അതിഉഷാറൊന്നും ഇല്ലാത്ത ഭക്ഷണം. അയ്യത്വാമിൻ കാന, ഏത് ഭക്ഷണം ആയാലും ജീവൻ നിലനിൽക്കാനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നും ആരോഗ്യം പരിഗണിക്കണമെന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വെള്ള വസ്ത്രം കുട്ടികൾക്ക് നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ദൂനൽ മുലവ്വനി വൽ ഇബ്രീസം, കളർ ഡ്രസ്സിനേക്കാൾ. ഈ വസ്ത്രം അത് ഭയങ്കര കാര്യമാക്കുന്ന സ്വഭാവം, അത് ചില സ്ത്രീകളുടെയൊക്കെ ഒരു നെഗറ്റീവ് മെന്റാലിറ്റിയാണ്. വസ്ത്രം ഭയങ്കര കാര്യമാക്കുക, വസ്ത്രം വൃത്തിയുള്ളതാകണം. വസ്ത്രം ഒരു എന്തൊക്കെയോ അതിലെ പുള്ളി നോക്കുക, അതിന്റെ അവിടെ നോക്കുക, അവിടെ നോക്കി ഒപ്പിക്കുക, അങ്ങനെ ഒരു തരം ഒരു ചാബല്യമാണ്. പുരുഷന്മാരുടെ സ്വഭാവം അത് ഡീസന്റ് ആവുക. അങ്ങനെ വസ്ത്രത്തിൽ ഭയങ്കര കാര്യമായി ഡ്രസ് അങ്ങനെ നോക്കി നടക്കുന്ന ആളെയൊക്കെ അതിന്റെ മോഡൽ സിനിമയിലും സീരിയലും മറ്റൊന്നൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ മറ്റ് വീഡിയോകളിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയുമ്പോ അതൊന്നും ഒരു വലിയ നിലവാരമല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഭയങ്കര വിലയുടെ ഡ്രസ് എടുക്കുക, 10,000 രൂപയുടെ കുപ്പായം, 5,000 രൂപയുടെ പാന്റ്, അങ്ങനെയൊക്കെ. അത് എന്നിട്ട് വലിയ കാര്യമായിട്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് അതൊരു വിഷയമല്ല. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെയല്ല കൂട്ടുകൂടേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക.
അവരെ അതിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുള്ള കൂട്ടുകാരിൽ നിന്ന് അവരെ പതുക്കെ പതുക്കെ അകറ്റുക. ഫൈന സ്വബിയ ബഹ്മാഉമില, അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ കുട്ടികളെ വളർത്തിയാൽ, ഫീ ഇബ്തിദാഇ നശ്ഇഹി, കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെ വളർത്തിയാൽ, ഖറജ ഫിൽ അഗ്ലബി റദീഅൽ അഖ്ലാഖ്, അവർ ദുസ്വഭാവികളായി മാറും. കുട്ടികളോട് കുഞ്ഞുനാളിൽ പറയേണ്ടത് പറയാതിരുന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവർ പ്രക്ഷുബ്ധരാകും, അവർ ക്ഷോഭിക്കും, അവരാകെ അലങ്കോലപ്പെടും. കദ്ദാബൻ ഹസൂദൻ സറൂഖൻ നമ്മാമൻ ലഹൂഹൻ ഫളൂലിൻ വളിഹ്കിൻ വകിയാദിൻ വമജാനത്തിൻ, കളവ് പറയുന്നവരാകും, അസൂയയുള്ളവരാകും, മോഷ്ടാക്കളാകും, മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചു പറയുന്നവരാകും, ആർത്തിയുള്ളവരാകും, അനാവശ്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരാകും, ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുന്നവരായി മാറും, ചതിക്കുന്നവരാകും, എപ്പോഴും അങ്ങനത്തെ ഒരു കക്ഷികളായി മാറിപ്പോകും. ഇതിൽ നിന്നെല്ലാം കുട്ടികൾക്ക് മര്യാദകൾ പറഞ്ഞു കൊടുത്തവരെ വളർത്തണം. ഫിൽ മക്തബ്, അവർക്ക് കിതാബുകൾ, ലൈബ്രറികൾ പരിചയപ്പെടുത്താം. ഫയതഅല്ലമുൽ ഖുർആന, ഒരു ഖുർആൻ വായിക്കാൻ പഠിക്കട്ടെ. വഹദീസൽ അഖ്ബാർ, ഹദീസുകൾ പഠിക്കട്ടെ. വഹികായാത്തിൽ അബ്റാർ, മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കട്ടെ. വഅഹ്വാലിഹിം, മഹാന്മാരുടെ ജീവിത അനുഭവങ്ങൾ പഠിക്കട്ടെ. ലിയൻഗരിസ ഫീ നഫ്സിഹി, അവരുടെ ഖൽബിൽ വിത്തിടണം. ഹുബ്ബു സ്വാലിഹീൻ, മഹാന്മാരോടുള്ള ഇഷ്ടം അവരുടെ ഹൃദയത്തിൽ കുഞ്ഞുനാളിലെ വളർത്തണം. വീട്ടിലും മദ്രസയിലും ഒക്കെ കുട്ടികൾക്ക് നല്ല കഥകൾ എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കണം. വയുഹ്ഫദു മിനൽ അശ്ആർ, നല്ല നല്ല കവിതകൾ, മഹാന്മാരുടെ അർത്ഥമുള്ള കവിതകൾ അവർ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലത്തി ഫീഹാ ദിക്റുൽ ഇശ്ഖി വ അഹ്ലിഹി, മഹാന്മാരോടുള്ള സ്നേഹം, സ്വാലിഹീങ്ങളോടുള്ള സ്നേഹം, മുത്തുനബിതങ്ങളോടുള്ള മഹബത്ത്, ഇഷ്ക്, അതൊക്കെ അവരുടെ ഹൃദയത്തിൽ വരാൻ കാരണമാകുന്ന ബുർദ പോലെയുള്ള കവിതകൾ അത് കൊടുക്കണം. വയുഹ്ഫദു മിൻ മുഖാലത്തത്തിൽ അദബാ അല്ലദീന യസ്ഉമൂന അന്ന ദാലിക മിനൽ ളർഫി ബറകത്തു ത്വബഅ, അവരെ വെറും ഈ കവിതകൾ എന്ന് പറയുന്നത് വെറും ഒരു കവിതയായി മാറുന്ന അത്തരം ആൾക്കാരിൽ നിന്ന് അവരെ മാറ്റി നിർത്താം. കവിതകൾക്ക് വേണ്ടി കവിത, അനാവശ്യങ്ങളായിട്ടുള്ള ഇത് കവിതയായിട്ട് അവതരിപ്പിക്കുന്നവർ അങ്ങനെ കൊണ്ടുവന്നാൽ അത് അവരുടെ ഹൃദയത്തിൽ മോശമായ ചിന്താഗതി, മോശമായ പ്രകൃതവും ഉണ്ടാകാൻ അത് കാരണമാകും. അതുകൊണ്ട് അത്തരം കേവലം നോവലുകൾ, വെറുതെയുള്ള നോവലുകൾ, കാര്യമില്ലാത്ത നോവലുകൾ, അതിൽ നിന്നെല്ലാം നമ്മുടെ മക്കളെ പതുക്കെ സംരക്ഷിച്ച് അവരെ മാറ്റി നിർത്തുകയും അതേ സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് അവരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളും കവിതകളും ചരിത്രങ്ങളും അതെല്ലാം കുട്ടികൾക്ക് നന്നായി പരിചയപ്പെടുത്തണം. ഇപ്പോ IPVയുടെ പുസ്തകങ്ങളൊക്കെ യഥേഷ്ടം നല്ല നല്ല പുസ്തകങ്ങൾ കുട്ടികൾക്ക് പറ്റുന്നത് ലഭ്യമാണ്. നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം ഭാഗത്ത് ഖാദിസിയയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി, അദ്ദേഹത്തിന്റെ ആ ഒരു ലൈബ്രറിയിൽ നമ്മൾ കഴിഞ്ഞൊരു അവിടെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയത്ത സമയത്ത് വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ല പുസ്തകങ്ങൾ ധാരാളം രചിക്കപ്പെട്ടത് കാണാമായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയും കൂടുതലായി ചർച്ചകൾ നടക്കേണ്ട മേഖലയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ എങ്ങനെ പരിശീലിപ്പിക്കാം എന്നതിന് ഒരു ക്ലാസ്സും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് എടുത്താൽ അത് ഭാഗം പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം എന്തെങ്കിലും ചർച്ചകളോ മറ്റോ ഒക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ നമുക്ക് ചർച്ചകളിലേക്ക് വരികയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് നേരെ ക്ലോസ് ചെയ്ത്
ഇന്ന് ധാരാളം പ്രോഗ്രാമുകൾ ഇന്ന് നടക്കാനുള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്രോഗ്രാമുകളൊക്കെ നടത്തണം. മുദരിസ് ട്രെയിനിങ് നടക്കുന്ന ദിവസമാണ്. മുദരിസുമാര് ധാരാളം പേര് പങ്കെടുക്കുന്ന ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്. മുദരിസുമാരും തന്നെയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ നല്ല സദസ്സിൽ വെള്ളിയാഴ്ച ദിവസം മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ സംസാരിക്കുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാം. ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഏകദേശം പെൺകുട്ടികളൊക്കെ പുരുഷ വേഷാണല്ലോ ധരിച്ച് നടക്കുന്നത്. സ്ത്രീ വേഷത്തോട് താല്പര്യം ഇല്ലല്ലോ. അതെ. അപ്പോ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ്? എങ്ങനെയാണ് കുട്ടികളെ പിന്നെ സ്ത്രീ വേഷത്തിലേക്ക് തന്നെ ആകർഷിപ്പിക്കേണ്ട രീതി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? തീർച്ചയായും ഇവിടെ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പരിഹാരം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ രക്ഷിതാക്കൾ കുട്ടികളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല എന്നതാണ് ഒന്ന്. രണ്ടാമത്തത് ഫേംനെസ് കാണിക്കുന്നില്ല എന്നതാണ്. മൂന്നാമത്തത് കുട്ടികൾ റിയാലിറ്റിയെ കുറിച്ച്, യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയുന്നില്ല എന്നതാണ്. അവരുടെ തന്നെ ഈ വസ്ത്രധാരണയുടെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് അവരറിയുന്നില്ല. എനിക്ക് ഈ സമയത്ത് പലപ്പോഴായിട്ട് ഞാൻ ഉദ്ധരിക്കാറുള്ള ഒരു ഞാൻ മുമ്പൊരിക്കൽ വായിച്ച ഒരു അനുഭവമാണ്. പിന്നെ അതിന്റെ എവിഡൻസ് അതുപോലെ തത്തുല്യമായ സംഭവം ധാരാളം കാണാം. ആ അർത്ഥം ഏതായാലും സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ ആ സംഭവം പറഞ്ഞ എളുപ്പമായിരിക്കും. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ്, ഒരു ലേഡി ഇസ്ലാം സ്വീകരിച്ച ഒരു കഥ പറയുന്നുണ്ട്. അവർ ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ട് അവരുടെ മകള് ഇസ്ലാം സ്വീകരിച്ചതിനോടുള്ള പ്രതിഷേധം കൊണ്ട് ഒരു അമേരിക്കൻ 500 ഫാമിലിയെ കുറിച്ച് പഠനം നടത്തുക. എങ്ങനെയുള്ള ഫാമിലി എന്നറിയോ? മക്കള് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് വിഷമിക്കുന്ന ഫാമിലി. അവരുടെ പഠനം നടത്തിയിട്ട് ഇനി അമേരിക്കൻ ഫാമിലികളിൽ നിന്ന് ഇങ്ങനെ ഇസ്ലാമിലേക്ക് പോകരുത് മക്കൾ. ഈ ഒരു ഫോക്കസിങ്ങോടുകൂടെ അവര് ഒരു പ്രൊജക്ട് ഇട്ടു. അങ്ങനെ 100 എണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. കാരണം പറയുന്നത്, ഈ പെൺകുട്ടികളെയൊക്കെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടികൾ പറയുന്നത്, ഞങ്ങൾക്ക് ആകെ കിട്ടിയ കാര്യം, അതുവരെ അവർക്കുള്ള ധാരണ സാമ്പത്തിക സഹായമൊക്കെ കിട്ടിയിട്ടാണെന്നൊക്കെ ആയിരുന്നു അവർ മനസ്സിലാക്കിയത്. അവർ പറയുന്നത് എവിടുന്നും ഒരു ഹെൽപ്പും കിട്ടിയിട്ടില്ല, മറിച്ച് ഇസ്ലാമികമായ സ്ത്രീകൾ ധരിക്കുന്ന, മുഖം ഉൾപ്പെടെ മറക്കുന്ന ആ വസ്ത്രം ധരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ട്നെസ്, വല്ലാത്തൊരു സൗകര്യം, ഒരു സുഖം ഫീൽ ചെയ്യുന്നു. അപ്പോ അതാണ് അവർ കാരണം പറയുന്നത്. അപ്പൊ എന്താ വിഷയം? അവർ പറയുന്നത്, നമ്മുടെ ശരീരഭാഗങ്ങൾ നമ്മൾ പ്രദർശിപ്പിച്ച് നടക്കുന്നു. ഇപ്പൊ വെസ്റ്റേൺ കൾച്ചറിലെ ലേഡീസ് എല്ലാം ശരീരം മാക്സിമം പ്രദർശിപ്പിക്കുന്നു. ഈ പ്രദർശിപ്പിക്കുന്ന സമയത്ത് അവരറിയാത്ത ഒരു മനസ്സിന്റെ ഒരു ചാബല്യം, ഒരു ഡിസോർഡർ, ഒരു രോഗമാണ് എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. പ്രദർശിപ്പിക്കാനുള്ള ഒരു ത്വര, അതൊരു രോഗമാണ്. പക്ഷെ അതേ സ്ഥലത്ത് ആ പ്രദർശിപ്പിക്കുന്ന ശരീരഭാഗത്ത് സ്ഥാനത്തിലോ മറ്റു ഭാഗങ്ങളിലോ പുരുഷൻ സൂക്ഷിച്ചു നോക്കിയാൽ അപ്പൊ അത് ഞരമ്പ് രോഗമെന്നോ അല്ലെ മറ്റോ പറഞ്ഞവര് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രയാസപ്പെടുന്നതിന്റെ അർത്ഥം ഇത് മറക്കേണ്ട സാധനമായതുകൊണ്ടല്ലേ മറ്റൊരാൾ നോക്കിയാൽ പ്രയാസാകുന്നത്? ഇതാണ് അവരുടെ ചിന്ത. ഇത് പറഞ്ഞപ്പോ ഈ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജേർണലിസ്റ്റിനും തോന്നി, ശരിയാണല്ലോ, ഞാനും പ്രദർശിപ്പിക്കുമ്പോ ആ ശരീരഭാഗത്ത് മറ്റൊരാൾ പ്രത്യേകിച്ച് കാമത്തോടെ നോക്കിയാൽ എനിക്കും പ്രയാസം ഉണ്ടാകുന്നില്ലേ? അതിന്റെ അർത്ഥം ഇത് മറക്കലാണ് എന്റെ നേച്ചർ എന്നല്ലേ എന്ന് അവർക്കും തോന്നാൻ തുടങ്ങി. അവര് ഇസ്ലാം സ്വീകരിച്ചു, അവരും ഈ വേഷം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇതതിന്റെ റിയാലിറ്റിയാണ്. ഏതൊരു സ്ത്രീയും പുരുഷനേക്കാൾ മറക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്ത്രീ പുരുഷനേക്കാൾ മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് അവരുടെ നേച്ചർ. പക്ഷേ അവരറിയാതെ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെ പ്രദർശിപ്പിച്ചാലാണ് ഞാനും ഒരു സമൂഹത്തിന്റെ ഭാഗമാവുക എന്ന തോന്നലുണ്ടാകും. ഈ ആൺവേഷം ധരിക്കുന്ന പാവം പെൺകുട്ടികളെല്ലാം സത്യത്തിൽ അവരറിയാതെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയാണ്. ആ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന സമയത്ത് അവർ വികൃതമാവുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ നിർബന്ധിതരാകുന്നു അവരറിയാതെ. ഇതവരറിയുന്നില്ല. ഇതാണ് ശരി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മലപ്പുറം ജില്ലയില് നമ്മുടെ ഹാപ്പി സോണിന്റെ ഗവേണിംഗ് ബോഡിയിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടന്നു.
ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോ ഫാമിലീസിൽ നിക്കാബുള്ള വസ്ത്രമൊക്കെ ധരിച്ച സഹോദരിമാരെ കണ്ടപ്പോ ഒരു വ്ളോഗ് ചെയ്യുന്ന ടീം, ഒരു വ്ളോഗർ വീഡിയോ ചെയ്യുന്ന ഒരു ടീം അവരവിടെ വരുന്നു. ഇവരെ കണ്ടപ്പോ ആ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളാണ്, അവര് ശരീരത്തെ മറക്കുന്നതിൽ അത്ര ശ്രദ്ധ പുലർത്തിയിട്ടില്ല. പക്ഷെ അവര് വന്നിട്ട് ഈ മുഖം മറച്ച സ്ത്രീകളോട് സംസാരിച്ചതിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് മാറ്റർ, സംസാര വിഷയം, അത് നിങ്ങളൊക്കെ വലിയ ഭാഗ്യവതികളും സംശുദ്ധകളുമാണ് എന്നതാണ്. അതിന്റെ ഒറ്റ കാരണം ഈ വസ്ത്രം മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ, പുറത്ത് വേറൊന്നും കണ്ടിട്ടില്ല. അപ്പോ അവർക്ക് തന്നെയും അറിയാം സംശുദ്ധമായത്, പവിത്രമായത്, നല്ലത് ഇതാണ്. ആ നല്ലത് ഞങ്ങൾക്കും വേണമെന്ന് അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല, പിന്നെ അവരാരോ അവരറിയാതെ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നു, അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു, അവരറിയാതെ അവരാരോ കൈകാര്യം ചെയ്യുന്നു എന്നത് അവരറിയില്ല. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മളെ പാരന്റ്സ്, അതുപോലെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സംവിധാനം, ഞാൻ ഉദ്ദേശിക്കുന്നത് റിലീജിയസ് ആയ മതപരമായ മേഖലയിലുള്ള പഠന സംവിധാനങ്ങളിലും മക്കൾക്ക് ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ, ഈ ആശയത്തിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കിട്ടുന്നതിൽ ഒരുപാട് ബാക്ക്വേർഡ്നെസ് ഉണ്ട്, ഒരുപാട് പോരായ്മയുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പോയിന്റ് ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, നമ്മുടെ മക്കൾക്ക് അവരോട് അവർക്ക് കൃത്യമായി ഈ ആശയം പറഞ്ഞു കൊടുക്കുന്നിടത്ത് രക്ഷിതാക്കൾ പരാജയപ്പെടുന്നു. രണ്ട്, മനസ്സ് തുറന്ന് മക്കളോട് സംസാരിക്കുന്നിടത്ത് രക്ഷിതാക്കൾ നന്നേ പരാജയപ്പെടുന്നു. മൂന്ന്, ചിലരൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വിധേയപ്പെടലാണ്. അവരെന്താണോ പറയുന്നത് അത് കേൾക്കുക, അവരെന്താണോ പറയുന്നത് അതനുസരിക്കുക എന്നതാണ് ചിലരൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ല. രക്ഷിതാക്കൾ അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തെക്കുറിച്ച് ഇത് ഇഷ്ടമില്ല എന്ന് പറയാനുള്ള ധൈര്യം, ആ ഒരു മനസ്സ് അഥവാ നിലപാട്, അതായത് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ കുട്ടികൾ തല്ലുകയോ ചീത്ത വിളിക്കുകയോ സഭ്യതരമായി പെരുമാറുകയോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് അവരോട് എന്ത് പറയാൻ പറ്റണം, എനിക്കിത് ഇഷ്ടമില്ല എന്നും ഇതിലെ ന്യൂനത ഇന്നതാണ് എന്നും ആ ന്യൂനതയുടെ പക്ഷത്ത് ഞാനില്ല എന്നും പറയാൻ കഴിയുന്ന രക്ഷിതാക്കളുടെ അസാന്നിധ്യമാണ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. അപ്പോ രണ്ടാമത്തെ പ്രശ്നം അതാണ്. മൂന്നാമത്തത്, ഫേംനെസ് എന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയത്തെ കുറിച്ച് അറിയില്ല, അഥവാ നിലപാട് പറയേണ്ടത് എങ്ങനെ എന്ന് രക്ഷിതാക്കളിൽ പലർക്കും അറിയാതെ പോകുന്നു. ഈ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മക്കളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത്. അത് മാറിയാൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പുരുഷവേഷം ധരിച്ച് നടക്കുന്ന സഹോദരിമാർ അവരും നന്മയുള്ളവരാണ്, നല്ലത് ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും ഈ അർത്ഥത്തിലും പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ അവർ സ്വീകരിക്കും, അവർ നന്മയുടെ പക്ഷത്ത് നിൽക്കും. അവരെ കുറ്റപ്പെടുത്തുകയും അവരെ വളരെ മോശമായി അവതരിപ്പിക്കുകയും അവരൊരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവരെ കുറിച്ച് ആരോപിക്കുകയൊക്കെ ചെയ്ത് അവരെ കുറിച്ച് അവരുപദേശിക്കുന്നു എന്ന് കരുതുന്ന ചിലർ, അപ്പർ സംസാരം അവരെ കൂടുതൽ അകറ്റുകയേ ചെയ്യുള്ളൂ. മറിച്ച് കാര്യം മനസ്സിലായാൽ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ ഇഷ്ടമുള്ളവരാണ് പുതിയ തലമുറ എന്ന് വിശ്വസിക്കുകയും ആ അർത്ഥത്തിൽ അവരോട് പെരുമാറാനും പറ്റണം. പലപ്പോഴും ഉമ്മമാര് നല്ല വേഷ ധരിച്ചിട്ട് അങ്ങാടിയിലൂടെ നടക്കുന്നു, കൂടെയുള്ള മകള് ഈ എന്തോരം വൃത്തികേടുണ്ട് എന്ന് അവരറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഈ മറ്റേ വയലിലൊക്കെ നമ്മളെ ഏരിയയിലൊക്കെ കൃഷികൾ ഉണ്ടാവും, കൃഷിയിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനം പോലെ വികൃതമാകുന്നുണ്ട് അവര്. അവരുടെ ആ അഭംഗിയെ കുറിച്ചും അവര് ശരീരം അവരറിയാതെ പ്രദർശിപ്പിക്കുകയാണ് എന്നത്. ഇപ്പം സഹോദരിമാര് അവരുടെ ശരീരഭാഗങ്ങൾ മാക്സിമം പ്രദർശിപ്പിക്കും. ചില ഈ നടിമാരും അതുപോലെയുള്ളവർ അവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി എന്തും വിൽക്കാൻ, അതായത് ശരീരം പ്രദർശിപ്പിച്ചിട്ട് ക്യാഷ് കിട്ടുമെന്ന് കണ്ടാൽ അങ്ങനെ, അപ്പോൾ ശരീരം പ്രദർശിപ്പിച്ച് ക്യാഷ് കിട്ടാൻ വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടിയും ഒക്കെ ശരീരത്തിലെ നഗ്നഭാഗങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന ഭാഗങ്ങൾ, സ്ഥലങ്ങളും മറ്റു ഭാഗങ്ങളൊക്കെ മാക്സിമം പ്രദർശിപ്പിക്കാൻ നിർബന്ധിതരാകുന്ന ചില സഹോദരിമാർ, അവർ അവരുടെ ഒരു ദയനീയമായ ഒരു ദുരന്തമാണ് അവർക്കിങ്ങനെ പ്രദർശിപ്പിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്. അത് കണ്ട് അവരെ ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോൾ പണ്ടൊരാള് ചോദിച്ചിരുന്നു, ഈ എള്ള് ഉണക്കാറുണ്ട് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടി, എള്ളുണ്ട ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അതില്
എള്ളുണ്ട പോലെ തന്നെ തോന്നിക്കുന്ന എലിക്കാഷ്ടം ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചിരുന്നു, എള്ളുണങ്ങുന്നത് എള്ളുണ്ടക്കാണ്, ഇതെന്തിനാ ഉണങ്ങുന്നത് എന്ന് ചോദിച്ചിരുന്നു. അതുപോലെ ഈ അപ്പുറത്തുള്ളവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയാണ് അവരിത്തരം വേണ്ടാവൃത്തികളോ അല്ലെങ്കിൽ രണ്ടാം നമ്പർ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്തിനു ചെയ്യുന്നു, അവരെന്തിനാ ഇങ്ങനെ നിർബന്ധിതരാകുന്നത് എന്ന് ചോദിക്കാൻ തോന്നാറുണ്ട്. അപ്പോ നമ്മുടെ മക്കൾക്ക് ഈ ആശയമൊക്കെ മനസ്സിലായാൽ അവര് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ്, അവർ മൂല്യത്തോടെ ജീവിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ്. അതാണ് ഇന്ന് സമൂഹം അറിയേണ്ടത്. അത് സമൂഹം അറിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറ ഏറ്റെടുക്കും. അവരെ എന്തെങ്കിലുമൊക്കെ മുൻധാരണ വെച്ച് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം പറഞ്ഞു കൊടുക്കണം, നിലപാടിൽ നിൽക്കണം. രക്ഷിതാക്കൾ ഹറാമായ നിഷിദ്ധമായ വഴികളൊക്കെ കാണുമ്പോൾ ഞാനതിനില്ല, നിഷിദ്ധമായതിന് ഞാൻ കൂട്ടുനിൽക്കുകയില്ല, അതിന് ക്യാഷ് ചെലവഴിക്കാനോ അല്ലെങ്കിൽ അതിന് തുണ നൽകാനോ ഞാനില്ല എന്ന് പറയാൻ പറ്റണം. നിലവാരമുള്ളതും ഡീസന്റ് ആയ ഏർപ്പാടുകൾക്ക് എനിക്ക് കഴിയൂ, അല്ലെങ്കിൽ അതിന് മാത്രമേ ഞാൻ കൂടെ ഉണ്ടാകൂ, നല്ലതിന് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറയണം. അല്ലാത്തതിന് ഞാൻ കൂടെയില്ല എന്ന് പറയാൻ മനസ്സുണ്ടായാൽ മതി. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഭംഗിയാകും. പക്ഷെ അവരെ ഇൻസൾട്ട് ചെയ്യാനോ ചീത്ത വിളിക്കാനോ പോകാതിരുന്നാൽ തന്നെ കാര്യങ്ങൾ ഭംഗിയായിക്കോളും. അത്രയേ ഉള്ളൂ. ഇപ്പോ ഈ വിഷയത്തില് ഒരു പിന്നോക്കം രക്ഷിതാക്കൾക്ക് സംഭവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നത്. പക്ഷെ അവിടെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, പഴയ കാലത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു നബിതങ്ങൾ പഠിപ്പിച്ച മതബോധം അത് സമൂഹത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ പാരന്റിങ് ട്രെയിനിങ് ധാരാളം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ രക്ഷിതാക്കളായ സഹോദരിമാര് വരെ അവര് നബിതങ്ങളെടുത്ത് വന്ന് ചോദിക്കും, മക്കൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പുറത്ത് ഈത്തപ്പനൊക്കെ എറിയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മധുരം കൂടുതൽ കഴിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഇങ്ങനെ പാരന്റിങ് പഠിക്കുമായിരുന്നു. അവർ പാരന്റിങ് ട്രെയിനിങ് ആണ്, മെന്ററിങ്ങോടുകൂടിയുള്ള ട്രെയിനിങ് ആണ്. അത് പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അധ്യാപനത്തെ ഫോളോ ചെയ്തു വന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റമായ ദർസി സംവിധാനങ്ങളിലുണ്ട്. ഒരു നാട്ടിലൊരു ദർസ് ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ ആ മുദരിസിനോട് ചെന്ന് ചോദിച്ചിട്ടായിരുന്നു നാട്ടിലെ നമ്മുടെ പൊതുജനങ്ങൾ കാര്യങ്ങൾ നീക്കിയിരുന്നത്. അതിന്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അതൊക്കെ കളഞ്ഞിട്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ പേരിൽ, ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ എന്ത് വൃത്തികേടുകളും ചെയ്താൽ അതാണ് വിദ്യാഭ്യാസ മൂല്യം എന്ന് ചിന്തിക്കുന്ന, റാഗിംഗ് ഉള്ള, അതുപോലെ പിന്നെ ഒരു അധ്യാപകന് ഒരു കുട്ടിയിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത, ഇനി അഥവാ ഉത്തരവാദിത്വം കാണിക്കുകയാണെങ്കിൽ അത് തല്ലിയും കുത്തിയിട്ടും കാണിക്കുന്ന രീതിയിൽ അങ്ങനെ അധപ്പതിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പകരം യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ പിന്തുടർച്ച ഉണ്ടായാൽ ഈ വിഷയങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം ഉണ്ടാകും എന്നതാണ് ശരി. അപ്പോ അത് മനസ്സിലാക്കി വിദ്യാഭ്യാസത്തിന്റെ കൂടെ നിൽക്കുക. മതവിദ്യാഭ്യാസം അത് മൂല്യത്തിലും അർത്ഥത്തിലും ഈ റൂട്ടിലേക്ക് നന്നായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ വിദ്യാഭ്യാസത്തിന്റെ കൂടെ നാം സമൂഹം നിൽക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ വഴിയിൽ വലിയ ഒരു ചുവട് വെക്കുന്നതാണ് ഹാപ്പി സോണിന്റെ ട്രെയിനിങ് സിസ്റ്റം. അഥവാ നമ്മുടെ മദ്രസകളിലൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു 10ാം ക്ലാസ് വരെ കുട്ടി കൃത്യമായി യാതൊരു നിർബന്ധിക്കലും ഇല്ലാതെ വരാൻ പറ്റുന്ന രീതിയിൽ, അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ ഒരു അറബി കിതാബ് വരെ നന്നായി അർത്ഥം വെച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മക്കളെ പുരോഗമിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സിസ്റ്റം ഹാപ്പി സോൺ ഡിസൈൻ ചെയ്യുകയും ഹാപ്പി സോൺ അത് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം മദ്രസ ക്ലാസ്സുകളിൽ നിന്ന് തന്നെയും നമുക്ക് നമ്മുടെ മക്കളെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള നല്ല നിലവാരം പുലർത്തുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാക്കി നമ്മുടെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഇനി മറ്റേതൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലും നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ്, മൂല്യങ്ങൾ അത് കൊണ്ടുവരാൻ സഹായകമാകുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഹാപ്പി സോൺ ഇപ്പോ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാം നാടിനും സമൂഹത്തിനും മതത്തിനും ദീനിനും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ സദസ്സ് നിൽക്കുന്നു. അള്ളാഹു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ധാരാളം
ഖൈറ്, ബറക്കത്ത്, നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ എല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നല്ലതിന് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ഞങ്ങളെ കൂട്ടുകുടുംബം, ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സംവിധാനങ്ങളിലെ ഞങ്ങളെ സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഖൈറ്, ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാ ജീവിതത്തിലും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ജീവിതം നൽകണം റഹ്മാനെ. കാവലുള്ള ജീവിതം തരണേ അല്ലാഹ്. രോഗങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, അപകടങ്ങൾ എല്ലാറ്റിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും കാവൽ നൽകണം റഹ്മാനെ. വന്ന രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തരണേ അല്ലാഹ്. ദുരിതങ്ങൾക്ക് അറുതി തരണേ റഹ്മാനെ. ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും നീ സഹായിക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعلنا من عبادك الصالحين وادخلنا في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. آمين برحمتك يا أرحم الراحمين.